മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരത്ത് ഇതര സംസ്ഥാന തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു എന്നൊരു വാർത്ത വരുന്നു. വെള്ളനാട് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ അലങ്കാര പണിക്കിടെയാണ് അപകടം സംഭവിച്ചത്. ബംഗാൾ സ്വദേശി റഫീഖാണ് മരിച്ചത്. ഗോപാൽ ശിലാസനിലുണ്ട്. ഗോപാൽ, ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടയിലെ വൈദ്യുത ദീപാലങ്കാര പണിക്കിടയിലാണോ ഷോക്കേറ്റത്? എങ്ങനെയാണ് ഇത് അപകടം സംഭവിച്ചത്? അവിടെ മറ്റ് സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ആരും? ഡോക്ടർ അരുൺ, വെള്ളനാട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പണികളിൽ ഏർപ്പെടുകയായിരുന്നു ഈ റഫീഖ്. ഈ മാസം 13-ാം തീയതി മുതൽ 22-ാം തീയതി വരെ നടക്കുന്ന മീനഭരണി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വലിയ ഉത്സവമാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ദീപാലങ്കാര പരിപാടികളൊക്കെ നടക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി വില്ലേജ് ഓഫീസിന് സമീപമായി ഒരു വലിയ ആർച്ച് ഉയർത്തുന്നുണ്ടായിരുന്നു. ആ ആർച്ച് നിവർത്തി വെക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെടുന്നതിനിടെ ഇലക്ട്രിക് വയറിൽ നിന്ന് ഇരുമ്പ് ആർച്ച് വഴി ഈ റഫീഖിന് ഷോക്ക് ഏൽക്കുകയായിരുന്നു. ഈ സമയം റഫീഖ് ചെരുപ്പ് ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികളും അവിടെ ദൃക്സാക്ഷികളായിട്ടുണ്ടായിരുന്നവരും പറയുന്നത്. തൽക്ഷണം ഷോക്കേറ്റ് മരണം സംഭവിച്ചു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ബംഗാൾ സ്വദേശിയായ റഫീഖ് 45 വയസ്സാണുള്ളത്. ദീർഘനാളുകളായി ഇയാൾ കുടുംബത്തോടൊപ്പം കാഞ്ഞിരംകുളം എന്ന പ്രദേശത്ത് താമസിച്ചു വരികയാണ്. അതായത് കേരളത്തിൽ വളരെ നാളായി ഇദ്ദേഹം സ്ഥിരതാമസക്കാരനാണ്. കുടുംബത്തോടൊപ്പം തന്നെയാണ് താമസിക്കുന്നത്. ആ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അപകടം, അതുമായി ബന്ധപ്പെട്ടുണ്ടായ മരണം ആ നാട്ടുകാരെയും ഉത്സവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും വല്ലാതെ വേദനയിലാഴ്ത്തിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, ഒരു ക്ഷേത്രോത്സവം എന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തിലും ആചാരത്തിലും ഭക്തിയിലും നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആഘോഷിക്കേണ്ട ഒരു വേളയാണ്. ആ ഘട്ടത്തിൽ അതിനോട് പങ്കുചേർന്നിരുന്ന ഒരാൾ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നത് ഏറെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. താങ്ക് യു ഗോപാൽ ശിലാസനൽ. വെള്ളനാട് നിന്നാണ് ആ വാർത്ത വന്നത്. എന്തായാലും അത് വല്ലാത്ത സങ്കടമായിപ്പോയി. ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ അലങ്കാര പണിക്കിടെയാണ് ഷോക്കേറ്റ് ബംഗാൾ സ്വദേശിയായ റഫീഖ് മരിച്ചത് എന്നാണ് ഗോപാൽ ശിലാസനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പണിയെടുക്കുന്നവർ അതിനുള്ള വേണ്ട സുരക്ഷാ മുൻകരുതൽ കൂടി എടുത്തിട്ട് പണിയെടുക്കാൻ പോവുക. ചില കാര്യങ്ങളിലെ നമ്മൾ ഈ ബംഗാൾ തൊഴിലാളികൾ എന്ന് പറയുന്ന അതിഥി തൊഴിലാളികളെ നമ്മൾ പണിക്ക് ഉപയോഗിക്കുമ്പോൾ അവരുടെ സുരക്ഷയൊന്നും നമ്മൾ മാനദണ്ഡമാക്കില്ല. പ്രേക്ഷകരെ, അവരും മനുഷ്യരാണ്. അവർക്കും നല്ല മാന്യമായി പണിയെടുക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കുക. സുരക്ഷിതമായി പണിയെടുക്കാനുള്ള സാഹചര്യം കൂടി ഉറപ്പുവരുത്തുക.